തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ കൂടി നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം കോട്ടയത്തെ MLA കൂടി അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങയുടെ മണ്ഡലം കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയെന്നാണ് അറിയുന്നത്. എന്തെങ്കിലും താങ്കൾക്ക് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടുകയല്ല, പുതിയ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രളയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധാരണഗതിയിൽ സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു കഴിയുന്നത്ര, ഇപ്പോൾ മീനച്ചിലാറ്റില് വെള്ളം കൂടുതൽ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിന്റെ അവസാനത്തെ ഫേസ് എന്ന് പറയുന്നത് കോട്ടയം നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശമാണ്. ആ പടിഞ്ഞാറൻ പ്രദേശത്തേക്കുള്ള വെള്ളപ്പൊക്കക്കെടുതികളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. അത് എല്ലാം തീവ്രമായി യത്നാണ് നടത്തുന്നത്. ഗവൺമെന്റ് ഭാഗമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ അല്പസമയം മാണി സി കാപ്പൻ കൂടി പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ നമ്മുടെ നദികളിലെ വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലായ്മ അതൊരു വലിയ പ്രശ്നമാണ്. മൈനച്ചിലാറിനും സമാനമായ പ്രശ്നമുണ്ട്. കാരണം എക്കലടിയുന്നു, മണൽ ശേഖരമുണ്ട്. പലപ്പോഴും വിവാദത്തിൽപ്പെട്ട് കഴിഞ്ഞ സർക്കാർക്ക് ചില ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ ഒരു വലിയ ദൗത്യം നമുക്ക് വേണ്ടി വരും ഈ മീനച്ചിലാറിൻ്റെ മറ്റും ഡെപ്ത് ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു ഇടപെടൽ കൂടി അങ്ങനെയൊക്കെ വേണ്ടി വരും അക്കാര്യത്തിൽ. മീനച്ചിലാറ്റില് മാണി സി കാപ്പൻ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. പക്ഷെ മീനച്ചിലാറ്റിൽ അഡീഷണൽ ആയിട്ടൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ഉണ്ടാകുന്നത് ആറ്റിലെ വെള്ളത്തിന്റെ വോളിയം കണ്ടെയ്ൻ ചെയ്യാനുള്ള നിവൃത്തിയില്ല എന്നുള്ളത്. അതോടൊപ്പം കായലിന്റെ അടിത്തട്ട് ഇപ്പോ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് കായലിൽ നിന്ന് വെള്ളം കടലിലോട്ട് പോകാനുള്ള പ്രയാസങ്ങളും വരികയാണ്. അതുകൊണ്ട് വെള്ളം ഇവിടെ തങ്ങി നിൽക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. സാധാരണഗതിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ വെള്ള ഇറക്കം വന്നു കഴിഞ്ഞ് അത് താഴോട്ട് പോകുമായിരുന്നു. ഇപ്പൊ വേലിയിറക്കം വന്നാലും ശരി, വെള്ളപ്പൊക്കത്തിന്റെ ആഘാതത്തിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം ഉണ്ടാവില്ല. കാരണം കായല് വെള്ളമെടുക്കാത്തതാണ് കാരണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കായലിന്റെ അടിത്തട്ടില് ഇപ്പോ കൂടുതൽ മണ്ണും കൂനകളും ഒക്കെ ഉയർന്നു വരുന്നു. അത് മാറ്റാൻ കഴിഞ്ഞെങ്കിലേ ഈ പ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. ഓക്കെ, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം വേലിയേറ്റവും വേലിയിറക്കമൊക്കെ നമ്മുടെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. ഇപ്പോൾ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ആളുകളെ ക്യാമ്പിലേക്കൊക്കെ മാറ്റുന്നു. ഒരു തരത്തിലുള്ള പ്രതിസന്ധിക്കും ഇടയില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നിയമസഭാ സ്പീക്കർ കൂടിയായ കോട്ടയത്തിൻ്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു ചെറിയ ഇടവേളയാണ്, മടങ്ങി വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.